ഇതുകൊണ്ടാണ് നമുക്കൊരു കമ്മീഷൻ ഫോർ മെൻ അല്ലെങ്കിൽ മെൻസ് കമ്മീഷന്റെ ആവശ്യം വരുന്നത്. ഒരു പക്ഷേ രാഹുൽ ഈശ്വറൊക്കെ കുറച്ച് പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കാണും. ഞാൻ LLB പഠിച്ച ആളാണ്. സാധാരണ ഒരാൾക്കെതിരെയാണ് പരാതി വന്നെങ്കിൽ അയാൾ മാനസികമായി തകർന്നു പോകും. അയാൾക്ക് സപ്പോർട്ട് ഉണ്ടാവില്ല, വീട്ടുകാർ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല. നമുക്കൊരു മെൻസ് കമ്മീഷൻ വേണ്ടതിന്റെ ആവശ്യം അതാണ്. കോടതികൾ ഉണ്ടെങ്കിലും നമുക്കൊരു വിമൻസ് കമ്മീഷൻ എന്തുകൊണ്ടാണുള്ളത്? സ്ത്രീകളുടെ യുണീക്കായ പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ രാഹുലിനോട് രാവിലെ തന്നെ വിയോജിച്ച് തുടങ്ങേണ്ടി വരുന്നു. രാഹുൽ, നമുക്ക് അതിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല. കാരണം അതിന് രണ്ട് കോണ്ടക്സ്റ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ രാഹുൽ. അതൊരു ചരിത്രപരമായി തന്നെ അവശത അനുഭവിച്ച ഒരു സമൂഹത്തിനു വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ അവരിപ്പോഴും പവർഫുൾ അല്ലാത്ത പൊസിഷനിൽ ഇരിക്കാത്തൊരു സാഹചര്യത്തിലാണ്. ഏറെക്കുറെ കോണ്ടക്സ്റ്റ് ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതാണ് അല്ലല്ല, ഒരു നിമിഷം, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്കൊരു സംശയം, രാഹുലിനോട് എനിക്കുള്ള സംശയം. നേരത്തെ ഞാൻ സലീമുമായിട്ട് തീർച്ചയായിട്ടും നമ്മൾ അത്തരം വിയോജിപ്പുകൾ ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് താങ്കൾ ശ്രദ്ധിക്കണം, അംഗീകരിക്കണ്ട. തീർച്ചയായിട്ടും അല്ല, ആ അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം. ആ അഭിപ്രായങ്ങളെല്ലാം കേൾക്കണം. നമ്മൾ സൗഹൃദപരമായി തന്നെ വിയോജിക്കുകയും വേണമല്ലോ അത്തരം കാര്യങ്ങളിൽ. അതിലൊന്നും എനിക്ക് തർക്കമില്ല.